ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നേരത്തെ ചെയ്തിട്ടുള്ള ചില മൾട്ടിപ്പിൾ വീഡിയോസിൻ്റെ ഒരു തുടർച്ച എന്നതുപോലെയാണ്. ജിജി മാറിയോ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പറ്റി ഞാൻ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ യൂട്യൂബിന് റേറ്റിംഗ് കിട്ടാൻ വേണ്ടി ഇന്ന് വരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ ഈ സ്ത്രീ അവർ അമേരിക്കൻ സംസ്കാരത്തെയും മലയാളി ജനതയെയും മൊത്തം ബാഷ് ചെയ്ത് സംസാരിച്ചതിന് ഞാൻ കുറച്ച് കമൻസ് ഇട്ടതിന് അവരെന്നെ കംപ്ലീറ്റ്ലി അവരുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ബ്ലോക്ക് ചെയ്തു. എൻ്റെ കമൻറ്റ് പല പ്രാവശ്യം ഡിലീറ്റ് ചെയ്തു. ഞാൻ അതേ കമൻറ്റ് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും പോസ്റ്റ് ചെയ്യുമ്പോൾ അവർ ആ കമൻസ് വീണ്ടും ഡിലീറ്റ് ചെയ്യും. ഇവരുടെ ആൾക്കാരായിരിക്കാം. എന്നിട്ട് അവർ അവസാനം ആ പ്രൊഫൈലിൽ നിന്ന് തന്നെ എന്നെ ബ്ലോക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് എൻ്റെ ആശയം പറയാൻ മറ്റൊരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നത് കൊണ്ട് ഞാൻ യൂട്യൂബിൽ വന്ന് ഇവരെ പറ്റി മൾട്ടിപ്പിൾ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഈ സ്ത്രീ അമേരിക്കൻ സംസ്കാരത്തെയും മലയാളി ജനതയെ മൊത്തത്തിൽ അടച്ചുകെട്ടി ആക്ഷേപിച്ച് സംസാരിച്ചവരാണ്. ഇവർ പറഞ്ഞത് നമ്മളുടെ പെൺകുട്ടികൾക്ക് കൊച്ചിയിലെ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ സ്കൂൾ ബാഗിൽ ചോറ്റുപാത്രത്തിന് പകരം അല്ലെങ്കിൽ അതിനോടൊപ്പം നമ്മൾ ഗർഭനിരോധന മുറകൾ കൊടുത്തുവിടുന്നു എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു പിതാവ് പെൺകുട്ടികൾ അവരുടെ ബോയ് ഫ്രണ്ടുമായിട്ട് വരുമ്പോൾ അവർക്ക് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് ഈ പെൺകുട്ടിയുടെ അപ്പനാണെന്ന് പറഞ്ഞ സ്ത്രീയാണ് ഇവർ. നിങ്ങൾ എത്ര മാതാപിതാക്കൾ ഇങ്ങനെ ഈ രാജ്യത്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇവിടുത്തെ പിള്ളേരും അല്ലെങ്കിൽ ലോകത്തിൽ ഏത് സംസ്കാരം എടുത്താലും നല്ലതും ചീത്തയും എല്ലായിടത്തുമുണ്ട്. നാട്ടിലോട്ട് ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ വെറും 5 വയസ്സും അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മുതൽ ലഹരി കൊടുക്കുന്ന ഒരു സമ്പ്രദായം അവിടെ ഇപ്പോൾ ഉണ്ട്. അറിയാമോ? നാട്ടിലുള്ള ഒരു പേരൻസ് പോലും അറിയാതെ കൊച്ചു കുട്ടികൾ വരെ മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് വന്ന സ്ത്രീയാണ് ഈ പറയുന്നത് നമ്മളെ. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഷിക്കാഗോയിലുള്ള മലയാളി അസോസിയേഷൻ ഇവരെ വിളിച്ച് വലിയ ആദരവൊക്കെ കൊടുത്തിട്ട് ഇവർ ഭാര്യയും ഭർത്താവുമായി കൂടി യൂത്തിന് വലിയ സെഷൻസൊക്കെ പഠിപ്പിക്കാനായി വെച്ചിരിക്കുന്നു. ചിരിയാണ് വന്നത്. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനും അവർക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് ആവശ്യവുമുണ്ടെങ്കിൽ ഇവിടെ വളരുന്ന കുട്ടികളെ ഇവിടെയുള്ള സൈക്കോളജിസ്റ്റുകളെയും കൊണ്ട് ഇവിടെയുള്ള ഇങ്ങനെയുള്ള ക്ലാസ്സസ് കൊടുക്കുന്ന കൗൺസിലിംഗ് നടത്തുന്ന ആൾക്കാരെയാണ് സമീപിക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ സംസ്കാരത്തെയും അധിക്ഷേപിച്ച് സംസാരിച്ച് ഇതുപോലുള്ള ഒരു സ്ത്രീയെ അല്ല, അല്ലെങ്കിൽ അവരുടെ ഭർത്താവിനെയും അല്ല. അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമിൽ നിന്ന് കൺവേർട്ടായി വന്ന ഒരു ഭർത്താവിനെ വെച്ചുകൊണ്ട് ആ സ്ത്രീയും അവരും കൂടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയെ തന്നെയാണ് ബാഷ് ചെയ്യുന്നത്. അവർ മുസ്ലിം സമുദായത്തെ തന്നെയാണ് അവർ ഉയർത്താൻ നോക്കുന്നത്. ഒന്നുമല്ലെങ്കിൽ ആ ഹസ്ബൻഡെങ്കിലും. സോ അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിങ്ങൾ അവരുടെ പല സ്പീച്ചസ് നിങ്ങൾ ഫോളോ ചെയ്താൽ അതിൻ്റെ അന്തരാർത്ഥങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെന്തുമായിക്കൊള്ളട്ടെ, റിലീജിയൻ ഒന്നും അല്ല എൻ്റെ വിഷയം. ഇവർ ഇത്രയും വൃത്തികേടായിട്ട് അമേരിക്കൻ സംസ്കാരത്തെ സംസാരിച്ച ഒരു സ്ത്രീ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് വീണ്ടും. എന്നിട്ടൊരു വീട്ടിൽ വന്ന് പറയുകയാണ്, ഞാൻ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് എപ്പോഴും നമ്മുടേതായ സ്പേസ് വേണമല്ലോ. സോ നമ്മളുടെ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ അമേരിക്കയിൽ വെക്കേഷന് വന്നിട്ട് ഞാനൊരു വീടെടുത്ത് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ തന്നെയെ കുക്ക് ചെയ്ത് ഞാനിവിടെ സ്വസ്ഥമായിട്ട് 2-3 ആഴ്ച താമസിക്കാനായിട്ട് വന്നതാണ്. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ, ഇതാണ് എൻ്റെ നമ്പർ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായാലോ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന്? ചാരിറ്റിയുടെ കാര്യങ്ങൾക്കാണ് ഇവർ വന്നിരിക്കുന്നത്. ഇവർ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഇപ്രാവശ്യം തനിയാണ് വന്നത് എന്നൊക്കെ പറഞ്ഞേച്ച് ഇവർ ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, എല്ലാവരോടും ഉപദേശിക്കുക, എന്നിട്ട് അതുവഴി പണം ഉണ്ടാക്കുക. നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ സംസ്കാരത്തെയും ബാഷ് ചെയ്ത് സംസാരിച്ച ഒരു സ്ത്രീക്കും അവരുടെ ഓർഗനൈസേഷനും വേണ്ടിയിട്ട് നിങ്ങൾ പണം കൊടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നിങ്ങൾ പാവങ്ങൾക്ക് കൊടുക്കൂ. നിങ്ങൾ നേരിട്ട് പാവങ്ങളെ ഹെൽപ്പ് ചെയ്യൂ. ഇങ്ങനെയുള്ള സംഘടനകളാണ് നിങ്ങളുടെ ജീവിതമായി നശിപ്പിക്കുന്നത്, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പോലും. കാരണം ഇവരുടെ പല മോട്ടിവേഷണൽ പ്രസംഗങ്ങളൊക്കെ കേട്ട് ഞാനും ഇങ്ങനെ ആദ്യമൊക്കെ പോയി കേട്ടിരുന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇവർക്ക് ഒരു ബിസിനസ്സാണ്. ഈ ഒരു സംസ്കാരത്തെ ബാഷ് ഇത് സംസാരിച്ച ഒരു സ്ത്രീ എന്തിന് നമ്മുടെ പണം മേടിക്കാനായിട്ട് ഇവിടെ വരുന്നു? ഇവരെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് ഇരുന്ന് ചാനലിലൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുക, അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളോട് എനിക്ക് ഇത്രയുമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ സംസ്കാരത്തെ ബാഷ് ചെയ്ത ആൾക്കാരോട് ചോദിക്കണം, നീ ഇത് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കണം. അത് പറഞ്ഞത് ചോദിക്കാൻ കഴിവില്ലാതെ, അതിനുള്ള ഗട്ട്സ് ഇല്ലാതെ ഒരു ചാനലിൽ ഇവരെ കൊണ്ട് ഇരുത്തിയിട്ട് നമുക്ക് ഈ രാജ്യത്ത് ഇവരെ കൊണ്ട് ഒരു നന്മയും നേടാനില്ല. ഇവർ പറഞ്ഞതിന് ഇവരെ കൊണ്ട് ഒന്നുകിൽ ക്ഷമ പറയിപ്പിക്കണം, അല്ലെങ്കിൽ അത് അവരുടെ കോണ്ടസ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ട് പറയിപ്പിക്കണം. കാരണം ഇവർ പറഞ്ഞ ആ പ്രസംഗം അങ്ങനെ തന്നെയുണ്ട്. ഞാൻ ചെയ്ത വീഡിയോസിനകത്ത് ഇവർ പറഞ്ഞ കട്ടിങ്സ് അങ്ങനെ തന്നെയുണ്ട്. ചിലതൊക്കെ അവർ ഡിലീറ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ ഇവരെ ഫോളോ ചെയ്യാറില്ല ഇപ്പം. പക്ഷെങ്കിൽ ഇവർ പറഞ്ഞത് വളരെ വൾഗറായിട്ടുള്ള ആരോപണങ്ങളാണ്. ഇത് പറഞ്ഞേച്ച് ഇവർക്ക് ഈ രാജ്യത്ത് വിസ കിട്ടിയത് തന്നെ എന്നെ കൊണ്ടാവുന്ന തരത്തിൽ അത് കിട്ടരുതേന്ന് ഞാൻ എല്ലാ തരത്തിലും ആഗ്രഹിച്ചു. പക്ഷെ
അവരത് വന്നുവെങ്കിൽ നിങ്ങൾ മലയാളികൾ ജാഗ്രത. ഇനിയെങ്കിലും നിങ്ങളുടെ പണം നിങ്ങൾക്ക് ആവശ്യമുള്ള ഏറ്റവും ഉപകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യത്തിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ നേരിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതുപോലെ ട്രസ്റ്റ് വർത്തിയുള്ള സംഘടനകൾക്ക് കൊടുക്കുക. ഇതുപോലുള്ള കള്ളികൾക്കും ഫ്രോഡുകൾക്കും ഇവർക്ക് ഉണ്ണാനും ഉടുക്കാനും ഇവരുടെ സ്വന്തം കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഇവർ പറയുന്ന ചാരിറ്റിയുടെ മറവിൽ ഉപയോഗിക്കാനുമായി നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കൊടുക്കാതിരിക്കുക. ഈ സ്ത്രീയെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. കാരണം ഇവർ ഇന്നും എന്നെ അവരുടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു കമൻറ്റ് ഞാൻ ഇട്ടത് മൾട്ടിപ്പിൾ ടൈംസ് അവർ ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം രാവിലെ എണീക്കുമ്പോൾ അവരെന്നെ ആ അക്കൗണ്ടിൽ നിന്ന് എന്നെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. സോ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞാൻ ആ ചോദിച്ചതിന് നിങ്ങൾ വെറും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോടാണ് ഈ സംസ്കാരത്തെയും ഇവിടുത്തെ രീതികളെയും പറ്റി സ്കൂൾ കുട്ടികളോടാണ് നിങ്ങൾ പോയി വേദബോധി കൊടുത്തത്, അല്ലെങ്കിൽ നിങ്ങൾ ആ പിള്ളേരുടെ മുമ്പിൽ നിന്ന് സംസാരിച്ചു കൊടുത്തത്. ആ കുട്ടികളുടെ മനസ്സിൽ നിങ്ങൾ ഈ ഒരു രാജ്യത്തുള്ള മലയാളികളെ പറ്റി എന്ത് ഇംപ്രഷനാണ് ഉണ്ടാക്കി കൊടുത്തതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എല്ലാവർക്കും അമേരിക്കയിൽ വരണം, എല്ലാവർക്കും അവരുടെ മക്കളെ അമേരിക്കയിൽ വിടണം, ഇതെല്ലാം നിങ്ങൾക്ക് വേണം. പക്ഷേ നിങ്ങൾ ഇങ്ങനെയുള്ള സ്ത്രീകളെ ഇങ്ങനെയുള്ള സംസാരിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നത് വഴി നിങ്ങൾ നിങ്ങളുടെ മക്കളെയും ഈ ഒരു സംസ്കാരം അറിഞ്ഞുകൊണ്ട് തന്നെ വിടുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. അങ്ങനെയൊന്നും അല്ല ഇവിടെ ഞങ്ങളാരും മക്കളെ വളർത്തുന്നത്. നല്ലതും ചീത്തയും എല്ലായിടത്തുമുണ്ട്. എല്ലാ രാജ്യങ്ങളിലെയും സംസ്കാരത്തിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. അതിനെ അടച്ചു കെട്ടി സംസാരിച്ചിട്ട് എന്നിട്ട് അവരുടെ തന്നെ പണം വാങ്ങിക്കാൻ വന്നിരിക്കുന്ന ഇതുപോലുള്ള കൂതറകളോടൊന്നും നമ്മൾ സഹകരിക്കാൻ പോലും പോകരുത്. കയ്യിലുള്ള പണം നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. നിങ്ങളുടെ മക്കൾ പോലും ഒരിക്കൽ നിങ്ങളെ ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്കെതിരെ നിൽക്കും. കാരണം അവരെയാണ് ഇവർ ബാഷ് ചെയ്തത്. താങ്ക് യു.